എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ഹാങ് ഓവർ മാറാതെയാണ് മുന്നണികളുള്ളത്. നമ്മളോടൊപ്പം ഡൽഹിയിൽ നിന്ന് എസ് നന്ദഗോപൻ, അതോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് എസ് ശാലിനി എന്നിവർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് നന്ദൻ, ശാലിനി. എന്തായാലും ഇന്നലെ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ആവേശത്തിൽ BJPയും ദേശീയ ജനാധിപത്യ സഖ്യവുമുണ്ട്. ഇന്ത്യ സഖ്യമാകട്ടെ പൂർണ്ണമായും തകർന്നൊരവസ്ഥയിലാണ്. ആദ്യം ദേശീയ കാഴ്ചകളിലേക്ക് എത്താമെന്ന് തോന്നുന്നു. നന്ദൻ കേൾക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുഡ് മോർണിംഗ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരുന്നു. എന്തായാലും NDA വളരെ ആത്മവിശ്വാസം ആദ്യം മുതൽ തന്നെ, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തന്നെ വെച്ച് പുലർത്തിയിരുന്നു. അത് ശരിവയ്ക്കും വിധമാണ് എക്സിറ്റ് പോളുകളും. അനു, ഗുഡ് മോർണിംഗ്. വളരെ വ്യക്തമായിട്ട് കേൾക്കാം അനുവിൻ്റെ ശബ്ദങ്ങൾ. പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത്, ഇന്നലെ ഫലം വന്നപ്പോൾ ഇത് BJP നേരത്തെ അല്ലെങ്കിൽ NDA നേരത്തെ തന്നെ പ്രതീക്ഷിച്ച ഫലമാണ്. എങ്കിലും എക്സിറ്റ് പോൾ ഫലങ്ങളിലും അവർ മുന്നിൽ കണ്ട ഒരു ഫലം എക്സിറ്റ് പോൾ ഫലങ്ങളിലും വ്യക്തമായതോടുകൂടി വലിയ ആത്മവിശ്വാസമാണ് BJPക്കുള്ളത്. അതേസമയം ഹിന്ദി ഹൃദയഭൂമിയിൽ രാജസ്ഥാനിലും ബീഹാറിലുമൊക്കെ തന്നെ ചില തിരിച്ചടികൾ ഈ സർവേ ഫലങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനെല്ലാം ഉപരി തന്നെ എല്ലാ സർവേ ഫലങ്ങളും 350-ന് മുകളിലാണ് BJPക്കും NDAയ്ക്കും സീറ്റുകൾ ലഭിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല 401 വരെ അത് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും BJP ലക്ഷ്യം വെച്ച 400-ലേക്ക് ചില സർവേ ഫലങ്ങളെങ്കിലും എത്തുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാകുമെന്ന് തന്നെയാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന് പിന്നാലെ BJP പ്രതികരിച്ചതും. ഏതായാലും NDA വളരെ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷ സഖ്യമാകെ അവിടെ വലിയ നെഞ്ചിടിപ്പാണ് കാണുന്നത്. പ്രത്യേകിച്ച് AICC ആസ്ഥാനത്ത് വലിയ ഒരു മൂകത കാണാൻ കഴിയുന്നു. ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ അവർ നേരത്തെ തന്നെ ഈ ഒരു തോൽവി പ്രതീക്ഷിച്ചതാണ്. കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ചില മാധ്യമങ്ങളിലൂടെ ഈ ഹൈപ്പ് നൽകിയെങ്കിൽ കൂടിയും ഈ പരാജയം അവർ പ്രതീക്ഷിച്ചതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ആ പരാജയം അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിന് മുന്നോടിയായി തന്നെ ഈ 3 മണിക്ക് കെജ്രിവാളിൻ്റെ വീട്ടിൽ, അതായത് AICC ആസ്ഥാനത്ത് പ്രത്യേക യോഗം ചേർന്നിരുന്നു ഇന്നലെ ഇന്ത്യ സഖ്യത്തിൻ്റെ. അത് ഈ പരാജയം അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അതിൽ അവർ പ്രധാനമായും ചർച്ച ചെയ്തത് 4-ാം തീയതി ഏത് സ്ട്രാറ്റജി സ്വീകരിക്കണം എന്നുള്ളതാണ്. അതായത് ഈ യഥാർത്ഥ ഫലം പുറത്തു വരുമ്പോൾ 4-ാം തീയതി ഏത് രീതിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിലായിരുന്നാലും ജനങ്ങൾക്ക് മുന്നിലാണേലും ഓരോ മണ്ഡലത്തിലും ഏത് രീതിയിലുള്ള പ്രതികരണം ഉണ്ടാകണമെന്നുള്ളത് പ്രധാനമായും ചർച്ച ചെയ്യാനാണ് ഇന്നലെ 3 മണിക്ക് യോഗം ചെയ്തത്. അതിന് മുന്നോടിയായി തന്നെ അവർ എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളുന്നുണ്ട്. 295, അതായത് കേവല ഭൂരിപക്ഷവും കടന്ന് കോൺഗ്രസ് വിജയം നേടുമെന്നാണ് ജയറാം രമേശ് അടക്കമുള്ളവ ഇന്നലെ വ്യക്തമാക്കിയത്. ഏതായാലും ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ചയായത് ഇക്കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിൽ പ്രധാനമായും 4-ാം തീയതി BJPക്ക് NDAയ്ക്ക് ഏകപക്ഷീയമായ ഒരു വിജയമുണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. സ്വാഭാവികമായും പ്രധാനമായും 3 ആരോപണങ്ങൾ ഉന്നയിക്കാൻ അവർ മുന്നോട്ട് അല്ലെങ്കിൽ അതിന് തയ്യാറെടുത്തിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഒന്ന്, പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടായത് അത് വർഗീയതയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തെ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ടാണ്, അവരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് എന്നുള്ള ഒരു ആരോപണം ഉന്നയിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം EVM-നെ പഴിക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായും അത്തരം ആരോപണങ്ങൾ തുടർച്ചയായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള സൂചനകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. ഇനിയും കോൺഗ്രസിനായാലും ഇന്ത്യ സഖ്യത്തിനായാലും ആരോപണം ഉന്നയിക്കാനുള്ളത് ഇലക്ഷൻ കമ്മീഷനെതിരെയാണ്. ഇലക്ഷൻ കമ്മീഷൻ ഏകപക്ഷീയമായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ അത് ശക്തമാക്കുക എന്നുള്ള ലക്ഷ്യമാണ് കോൺഗ്രസിനുള്ളത്. ഇങ്ങനെ 3 കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന 4-ാം തീയതി ഇങ്ങനെ ഈ പ്രധാനപ്പെട്ട 3 ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാകും പ്രധാനമായും ഈ ഇന്ത്യ സഖ്യം കോൺഗ്രസ് തടി തപ്പുക, അല്ലെങ്കിൽ അതിനുള്ള മുൻകരുതലുകളാണ് അവർ സ്വീകരിച്ചു വരുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇന്നലെ യോഗം ചേർന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാര്യം, ഒരു സർവേ ഫലങ്ങളിലും കോൺഗ്രസ് അല്ലെങ്കിൽ ഈ ഇന്ത്യ സഖ്യം, പ്രതിപക്ഷ സഖ്യം എവിടെയും എത്തി നിൽക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതാണ്ട് പ്രധാനപ്പെട്ട 5 സർവേ ഫലങ്ങൾ എടുത്തു നോക്കിയാൽ പോലും 200 കടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വാഭാവികമായും ഇത്തവണ പോലും ഒരു പ്രതിപക്ഷ നേതാവിനെ പോലും ലോക്സഭയിലേക്ക് നൽകുവാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ആ പരാജയ ഭീതിയിലും ആശങ്കയിലുമാണ് കോൺഗ്രസ് ഉള്ളതെങ്കിലും ഈ 2 ദിവസം കൂടി ഈ നേതാക്കന്മാർ ഇത്തരത്തിലുള്ള അവർക്ക് 290-ലധികം സീറ്റുകൾ ലഭിക്കുമെന്നുള്ള ആ ഒരു ശുഭപ്രതീക്ഷയിൽ തന്നെ അവർ മുന്നോട്ട് പോവുകയാണ്. മാധ്യമങ്ങളിലൂടെയും അതേപോലെ തന്നെ അല്ലാതെയും പ്രസ്താവനകളിലൂടെയുമാണ് അവർ അത്തരത്തിൽ ഏതാണ്ട് 300ഓളം സീറ്റുകൾ അല്ലെങ്കിൽ 290-ലധികം സീറ്റുകൾ, ജയറാം രമേശിൻ്റെ വാക്കുകൾ എടുത്താൽ 295 സീറ്റുകൾ
കൃത്യമായി തന്നെ പ്രതിപക്ഷ മുന്നണിക്ക് ലഭിക്കുമെന്നും അതേപോലെ തന്നെ കേവല ഭൂരിപക്ഷം കടക്കുമെന്നും ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായും തള്ളുന്ന വാക്കുകളായിരുന്നു കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് അടക്കമുള്ളവർ വ്യക്തമാക്കിയത്. ഏതായാലും BJPയുടെ ഭാഗത്തു നിന്നും ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ അവർക്ക് കൂടുതൽ ആഹ്ലാദം അല്ലെങ്കിൽ ഇരട്ടി മധുരം നൽകുന്നതാണെന്ന് തീർച്ചയായും നന്ദൻ തുടരുക. നമുക്ക് ഈ ദക്ഷിണേന്ത്യയിലെ കാര്യമൊക്കെ പ്രത്യേകമായിട്ട് തന്നെ അറിയേണ്ടതുണ്ട്. പക്ഷെ അതിന് മുമ്പ് കേരളത്തിലെ കാര്യങ്ങൾ അറിയാൻ നമുക്ക് ഇവിടെ നിന്ന് ആകാംക്ഷ കൂടുതലാണ്. ശാലിനി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശാലിനി, ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ രാത്രി കൂടി സജീവമായി ശാലിനി ഉണ്ടായിരുന്നു നമ്മളോടൊപ്പം തത്സമയ വിവരങ്ങളുമായി. എങ്കിലും ഇവിടെ NDA സംബന്ധിച്ചിടത്തോളം BJP സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം ഇപ്പോഴും വെച്ച് പുലർത്തുന്നു. ഈ എക്സിറ്റ് പോൾ വന്നതിന് ശേഷം അത് ഇരട്ടിയായി. ഒരുപക്ഷെ അവർ പ്രതീക്ഷിക്കുന്നത് എക്സിറ്റ് പോളിനേക്കാളും കൂടുതൽ സീറ്റുകളിലേക്കാണ്. അതവിടെ നിൽക്കട്ടെ. ഇനി ഈ ABP സി വോട്ട് സർവേ ഫലത്തിന് അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ അത് സത്യമാവുകയാണെങ്കിൽ സംപൂജ്യരാകാൻ എടുക്കുകയാണ് LDF എന്നുകൂടി പറയേണ്ടി വരും. NDAക്ക് സീറ്റ് കിട്ടുന്നു. 1 മുതൽ 3 വരെ സീറ്റുകൾ അവർ പ്രവചിച്ചിട്ടുണ്ട്. LDF 0-ലേക്ക്. അനു, നമസ്തേ. അനു സൂചിപ്പിച്ചതുപോലെ തന്നെ NDA ക്യാമ്പുകൾ ശുഭാപ്തി പ്രതീക്ഷയിലാണ്. ഒപ്പം തന്നെ ആത്മവിശ്വാസം NDA ക്യാമ്പുകളിൽ വർദ്ധിച്ചിട്ടുമുണ്ട്. നമ്മൾ ഇന്നലെ രാത്രിയിലൊക്കെ ഈ സി വോട്ടർ സർവേകളും ABPയുടെ സർവേ ഒക്കെ തന്നെ വരുന്ന സമയത്ത് പ്രതികരിച്ച അതേ രീതിയിൽ തന്നെയാണ്. അവരുടെ ആവേശം കുറച്ചുകൂടി വർദ്ധിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലതവണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കേരളത്തിലെത്തിയപ്പോഴും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപും ഒക്കെ കേരളത്തിലെത്തിയപ്പോഴും ആവേശപ്പെട്ടതും അവകാശപ്പെട്ടതുമുണ്ട്. 2 അക്കം തികയ്ക്കും ഇത്തവണ ലോക്സഭയിലേക്കുള്ള കേരളത്തിൽ നിന്നുള്ള NDA പ്രതിനിധികളുടെ എണ്ണം എന്നുള്ളതാണ്. അതിന് കുറച്ചുകൂടി ആവേശം പകർന്നത് തന്നെയാണ് ഇന്നലെ വന്നിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് സംസ്ഥാനത്ത് സംപൂജ്യരായി തുടരും LDFന്റെ മുന്നണികൾ അല്ലെങ്കിൽ LDFന്റെ സ്ഥാനാർത്ഥികൾ എന്നുള്ളതാണ് ചില സർവേ ഫലങ്ങളിൽ വ്യക്തമാകുന്നത്. ഇതിൽ 3 സർവേ ഫലങ്ങൾ, അതായത് പ്രധാനപ്പെട്ട സർവേ ഫലങ്ങൾ 4 എണ്ണമാണ് വന്നത്. അതിൽ പ്രധാനമായും ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേയിൽ 0 മുതൽ 1 സീറ്റ് വരെ ലഭിക്കും LDF എന്നുള്ളതാണ് അവർ പറയുന്നത്. തൊട്ടു പിന്നാലെ ടൈംസ് നൗവിലും ETG സർവേ പറയുന്നത് 4 സീറ്റുകൾ നേടുമെന്നുള്ളതാണ്. പക്ഷെ അത് ഏതൊക്കെ മണ്ഡലങ്ങളാണ് അല്ലെങ്കിൽ ഏതൊക്കെ സീറ്റുകളാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത അവർക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല. ABP സി വോട്ടർ സർവേയിലും 0 സീറ്റ് എന്നുള്ളതാണ് LDFന് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് പൂർണ്ണമായും സംപൂജ്യരായി മാറുന്ന ഒരു കാഴ്ചയിലേക്ക് LDF കേരളത്തിൽ മാറുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതാണ്. ഒരു കരിമതി എന്നുള്ള ആ ഒരു ടാഗ് ലൈനോട് കൂടിയാണ് ഒരു സീറ്റിൽ ഒതുങ്ങേണ്ടി വന്ന ഒരു സാഹചര്യം LDFന് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. പക്ഷെ ആ സീറ്റ് കൂടി നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു വിവിധ എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം തന്നെ ആത്മവിശ്വാസം ഇരട്ടിയാകുന്നത് NDA ക്യാമ്പുകൾക്കാണ്. കാരണം LDFന്റെ വോട്ട് വിഹിതം ഗണ്യമായി തന്നെ കുറയുന്നുണ്ട് എന്നും ഈ സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നു. പല മണ്ഡലങ്ങളിലും പല മേഖലകളിലും LDFന്റെ പ്രാതിനിധ്യം കുറയുന്നു, സീറ്റുകൾ കുറയുന്നു, ഒപ്പം തന്നെ വോട്ട് വിഹിതം ഗണ്യമായി കുറയുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഈ സർവേ ഫലങ്ങളിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം തന്നെയാണ് NDA ക്യാമ്പിന് ആശ്വാസം പകർന്നുകൊണ്ട് 1 മുതൽ 3 സീറ്റുകൾ വരെ ലഭ്യമാകും NDAക്ക് എന്നുള്ളതാണ്. ഒരുപക്ഷെ താമര കേരളത്തിൽ വിരിയുമോ എന്നുള്ള ചോദ്യത്തിന് ഇത്തവണ താമര വിരിയും എന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ വ്യക്തമാവുകയും ചെയ്തിട്ടുള്ളത്. 1 മുതൽ 3 സീറ്റുകൾ, അതായത് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേ പ്രവചിക്കുന്നത് 2 മുതൽ 3 സീറ്റുകൾ കേരളത്തിൽ NDA നേടുമെന്നുള്ളതാണ്. ടൈംസ് നൗ ETG സർവേ വ്യക്തമാക്കുന്നത് 1 സീറ്റ് ലഭ്യമാകും എന്നുള്ളതാണ്. ഇന്ത്യ TV CNX സർവേ ഫലത്തിൽ വ്യക്തമാക്കുന്നത് 1 മുതൽ 3 സീറ്റുകളാണ്. ABP സി വോട്ടർ സർവേയിലും 3 സീറ്റുകൾ വരെ NDA കേരളത്തിൽ പിടിക്കുമെന്നുള്ളതാണ്. അതായത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖറും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായിരുന്ന കേന്ദ്രമന്ത്രി V മുരളീധരനും തൊട്ടു പിന്നാലെ തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുമാണ് ആ വിജയ സ്ഥാനാർത്ഥികൾ എന്നുള്ളതാണ് നിലവിൽ പ്രവചനം വന്നിട്ടുള്ള സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ അതിനപ്പുറം ചില A ക്ലാസ് മണ്ഡലങ്ങളിൽ കൂടി വിജയം പ്രതീക്ഷിക്കുന്നുണ്ട് NDA. അവിടെയൊക്കെ തന്നെ വിജയം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് NDA ക്യാമ്പുകൾ വ്യക്തമായ സൂചന നൽകുകയും ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു 3 സീറ്റുകളാണ് എന്ന് പ്രവചനം വരുമ്പോൾ പോലും 2 അക്ക എണ്ണം തികയും ഇത്തവണ കേരളത്തിൽ എന്നുള്ളതാണ് NDA പ്രതീക്ഷിക്കുന്നതും അവരുടെ ആത്മവിശ്വാസവും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടാകും. ഹാട്രിക് വിജയം നേടിക്കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ 3ാം ഭരണത്തിൽ എത്തുമ്പോൾ അതിന് ആത്മവിശ്വാസം പകരാൻ, കരുത്ത് പകരാൻ കേരളത്തിൽ നിന്ന് കൂടുതൽ NDA പ്രതിനിധികൾ
ലോക്സഭയിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു ലോക്സഭാ മണ്ഡലത്തിന് മുന്നോടിയായി അല്ലെങ്കിൽ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് മുന്നോടിയായി വന്നിട്ടുള്ള എക്സിറ്റ് ഫലങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തു. ഇനി ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസത്തെ കാത്തിരിപ്പ് മാത്രമാണ് ഉള്ളത്. കാരണം നാളെ ഒരു ദിവസം മാത്രമാണ് കേരളത്തിലടക്കം രാജ്യമാകമാനം ഈ ഒരു ഫലം കാത്തിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള അവസാനവട്ട കൂട്ടലും കിഴിക്കലും ഒക്കെയായി മുന്നണികൾ സജീവമാണ്. അതേസമയം തന്നെ ഈ ഒരു സീ വോട്ടർ സർവേകളൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ സംപൂജ്യരാകുമെന്നുള്ള സർവേ ഫലങ്ങൾ വന്നതോടുകൂടി LDF-ൽ നിന്ന് കൂടുതൽ ഘടകകക്ഷികളൊക്കെ BJP-യിലേക്ക് എത്തും എന്നുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട്. എന്തായാലും അടിതെറ്റി നിൽക്കുന്ന LDF-ന് വീണ്ടും ഒരു അടിതെറ്റലാകും ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളതിൽ സംശയമില്ല. ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെയും വീഴ്ച അത് എത്രത്തോളം ആകും എന്നുള്ളത് ഒരു പക്ഷേ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടുകൂടി മനസ്സിലാവുകയും ചെയ്യും. പ്രത്യേകിച്ച് കേരളത്തിലടക്കം തമ്മിൽ വിമർശനം ഉന്നയിക്കുകയും കേരളത്തിന് പുറത്തുപോയി കൈകോർക്കുകയും ചെയ്യുന്ന LDF-ഉം UDF-ഉം ഏത് തരത്തിലായിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണാൻ പോവുക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും ആത്മവിശ്വാസം NDA ക്യാമ്പുകൾക്ക് ലഭ്യമാകുമ്പോൾ പോലും CPM-ന്റെയും LDF-ന്റെയും ക്യാമ്പുകളിൽ വളരെ നിരാശ പകർന്നു നൽകുന്നത് കൂടിയാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്നുള്ളതിൽ സംശയമില്ലല്ലോ. തീർച്ചയായിട്ടും ശാലിനി തുടരുക. ഈ നന്ദൻ ഇതിനെ എങ്ങനെയാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടിലേക്ക് ക്രോഡീകരിക്കുന്നതെന്ന് കൂടി അറിയാം. നന്ദൻ, ശാലിനി പറഞ്ഞതൊക്കെ കേട്ടല്ലോ അല്ലേ? സംസ്ഥാനത്തിന്റെ അവസ്ഥ അതാണ്. LDF ക്യാമ്പ് ഭീതിയിലാണ്, പരാജയ ഭീതി അവർക്ക് നല്ലോണം ഉണ്ടും ഈ എക്സിറ്റ് പോളിന് ശേഷം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. NDA ആകട്ടെ ഇനിയും സീറ്റുകൾ, ഈ എക്സിറ്റ് പോളിനെക്കാളും സീറ്റുകൾ ഉയരുമെന്നുള്ള ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ദേശീയ നേതൃത്വം, ഈ രണ്ട് മുന്നണികളുടെയും ദേശീയ നേതൃത്വം പറയുന്നതും ചിന്തിക്കുന്നതും എപ്രകാരമാണ് നന്ദൻ? ദേശീയ തലത്തിൽ നോക്കുമ്പോൾ CPM ചിത്രത്തിലേ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് 56, അതായത് കേരളത്തിലെ 20 മണ്ഡലങ്ങൾ, കേരളത്തിലുൾപ്പെടെ മൊത്തം 56 മണ്ഡലങ്ങൾ, 56 സീറ്റുകളിലാണ് CPM മത്സരിക്കുന്നത്. എന്നാൽ ഈ എവിടെയും പ്രത്യേകിച്ച് കേരളത്തിൽ ഏതാണ്ട് 1 മുതൽ 3 വരെ എന്നുള്ള സംഖ്യകൾ വരുന്നു. മറ്റെവിടെയും CPM-ൻ്റെ ചിത്രമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എക്സിറ്റ് പോൾ സർവേകളിൽ എങ്ങും തന്നെ CPM എവിടെയും വിജയിക്കും. ഏതെങ്കിലും മണ്ഡലത്തിൽ ഈ 56 ഇടങ്ങളിൽ കേരളത്തിലെ ഈ ഒരു 3 മണ്ഡലങ്ങൾ ഒഴികെ നിർത്തിക്കഴിഞ്ഞാൽ മറ്റെവിടെയും CPM ജയിക്കുമെന്നുള്ളത് എവിടെയും ഒരു സർവേയിലും പരാമർശിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വാഭാവികമായും ദേശീയ നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ, അല്ലെങ്കിൽ സീതാറാം യെച്ചൂരി അടക്കം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കേണ്ടതാണ്. ഏതായാലും അത്തരം പ്രതികരണങ്ങളൊന്നും തന്നെ ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. ഏതായാലും ദേശീയ തലത്തിൽ നോക്കുമ്പോൾ CPM ഈ ഒരു പരാജയം അവർ മുന്നിൽ കണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് കേരളത്തിലടക്കം കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളൊരു വിലയിരുത്തൽ അക്ഷരാർത്ഥത്തിൽ CPM-ൻ്റെ ദേശീയ നേതൃത്വത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലോ അത്തരം പരാമർശങ്ങൾ നടത്തിയാൽ അത് തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് തിരിച്ചടിയാകുമെന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എവിടെയും തന്നെ അത്തരം പരാമർശങ്ങൾ നടത്താതിരുന്നത്. മറിച്ച് കേരളത്തിന് പുറത്തേക്ക് നോക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിനൊപ്പമാണ് CPM മത്സരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് കേരളത്തിൽ കോൺഗ്രസിനോട് മുട്ടി നിന്ന CPM വാളയാർ അതിർത്തി കടക്കുമ്പോഴേക്കും അവിടെ CPM-നൊപ്പം നിന്നുകൊണ്ട് അല്ലെങ്കിൽ രാഹുലിന് ജയ് വിളിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇന്ത്യ സഖ്യത്തിന് ദേശീയ തലത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ആ ഒരു അവമതിപ്പ് അത് തീർച്ചയായിട്ടും സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന CPM-നും ഉണ്ടാകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല എവിടെയും ഇപ്പോൾ ദേശീയ തലത്തിൽ പരിശോധിച്ചാൽ എവിടെയും ജനങ്ങൾ CPM-നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർ വിശ്വാസത്തിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ ഒരു എക്സിറ്റ് പോൾ ഫലങ്ങളിലും ഉണ്ടായത്. സ്വാഭാവികമായും 4-ാം തീയതി ഫലം വരുമ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തമായൊരു ഫലം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് MV ഗോവിന്ദൻ അടക്കം നേരത്തെ, അല്ലെങ്കിൽ CPM-ൻ്റെ നേതാക്കളൊക്കെ തന്നെ വലിയ രീതിയിൽ പറഞ്ഞതാണ്. വലിയ ആഘോഷത്തോടുകൂടി വലിയ വിജയമുണ്ടാകുമെന്നുള്ളതാണ് CPM നേതാക്കളൊക്കെ തന്നെ ജനങ്ങളെ ധരിപ്പിച്ചിരുന്നത്. എന്നാൽ 4-ാം തീയതി മറ്റൊരു യാഥാർത്ഥ്യമാണ് കേരളത്തിലെ അടക്കം ജനങ്ങൾ കാണാൻ പോകുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു സൂചന മാത്രമാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്നുള്ളതാണ്. അതേസമയം NDA സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുക, അല്ലെങ്കിൽ BJP-യെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ അവർ ഈ വിജയം പ്രതീക്ഷിച്ചത് തന്നെയാണ്. നേരത്തെ തന്നെ 400 സീറ്റുകൾ എന്നുള്ള, അല്ലെങ്കിൽ 400-ന് മുകളിലേക്കുള്ള സീറ്റുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കൃത്യമായ സംവിധാനം, പാർട്ടി സംവിധാനങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ ഓരോ മണ്ഡലങ്ങളിലും പ്രവർത്തിച്ചതിൻ്റെ പരിണിത ഫലം അത് 400 സീറ്റിന് മുകളിൽ തന്നെയാകുമെന്നുള്ള ആത്മവിശ്വാസം അത് നേരത്തെ BJP-ക്കും NDA ക്യാമ്പിലും ഉണ്ടായിരുന്നു. മാത്രമല്ല സഖ്യകക്ഷികളെ സംബന്ധിച്ചിടത്തോളം പോലും വലിയ ആരോപണങ്ങളൊന്നും അവർക്കെതിരെ പോലും ഉയരുന്ന ഒരു സാഹചര്യമല്ല നിലനിൽക്കുന്നത്. മാത്രമല്ല രാഷ്ട്രീയ സാഹചര്യം ദേശീയ തലത്തിൽ നിന്ന് പരിശോധിക്കുമ്പോൾ രാഷ്ട്രീയ സാഹചര്യം എല്ലാം
തന്നെ BJPക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ പ്രചരണ ഘട്ടങ്ങളെടുത്ത് പരിശോധിച്ചാൽ ആദ്യഘട്ടത്തിൽ വികസനങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ BJP ചൂണ്ടിക്കാണിച്ചത് കൃത്യമായ വികസന അജണ്ട മാത്രമായിരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലത്തെ നരേന്ദ്രമോദി സർക്കാർ അത് കേരളത്തിലടക്കം എന്ത് നൽകിയിട്ടുണ്ട് എന്നുള്ള പ്രോഗ്രസ് കാർഡുകൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു കേരളത്തിലടക്കം BJP വോട്ട് തേടിയിരുന്നത്. ഈ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പിന്നീടുള്ള ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് ഓരോരോ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരുന്നു. മാത്രമല്ല കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം ചില പദ്ധതികൾ ഉൾക്കൊള്ളിക്കുകയും സാമിത്രോദയെ പോലുള്ള നേതാക്കൾ ഈ രാജ്യത്തിൻ്റെ പ്രധാന റവന്യൂ വിഹിതം അല്ലെങ്കിൽ വരുമാനത്തിൻ്റെ നിശ്ചിത ഭാഗം അത് ന്യൂനപക്ഷങ്ങൾക്ക് നൽകണമെന്നുള്ള പ്രസ്താവനകളടക്കം പുറത്തു വരികയും ഒരു ന്യൂനപക്ഷ പ്രീണനം ഒന്നുകൂടി ശക്തമാക്കിക്കൊണ്ട് കോൺഗ്രസ് വോട്ട് ബാങ്ക് ബലപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അവിടെ BJPക്ക് കൃത്യമായ പ്രതിരോധം തീർക്കാനായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കർണാടകയിലും തെലങ്കാനയിലും ഒക്കെ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് പ്രവചിക്കപ്പെടുന്നത് നന്ദൻ. തീർച്ചയായിട്ടും വലിയ തിരിച്ചടി തന്നെയാണ് പ്രവചിക്കപ്പെടുന്നത്. അതേസമയം തന്നെ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ വ്യക്തമാക്കിയത് ഇതൊന്നും യാഥാർത്ഥ്യവുമായി ഒരു പൊരുത്തമുള്ള കാര്യമല്ല ഈ ഒരു സർവേ ഫലത്തിലൂടെ വന്നിരിക്കുന്നത്. 4-ാം തീയതി യഥാർത്ഥ ഫലം വരുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ് 2 അക്കം കടന്ന് വലിയ പ്രതീക്ഷയിൽ അല്ലെങ്കിൽ വലിയ പ്രതീക്ഷയാണ് ഈ സർവേ ഫലം വന്നതിന് ശേഷവും കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ നടത്തിയത് എന്നുള്ളതാണ്. അവർ ഈ ദക്ഷിണേന്ത്യയിൽ പോലും അവർ പരാജയം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസിൽ ഏതെങ്കിലും തരത്തിൽ നേട്ടമുണ്ടെങ്കിൽ അത് തമിഴ്നാട്ടിൽ നിന്നും DMKയ്ക്കൊപ്പം നിന്നുകൊണ്ട് മാത്രമാകാം എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഈ ഒരു സർവേ ഫലങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ദക്ഷിണേന്ത്യയിലും ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസിനോ അല്ലെങ്കിൽ CPMനോ കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നില്ല. അതേസമയം സർവേയിൽ സൂചിപ്പിക്കുന്ന പോലെയാണെങ്കിൽ രാജസ്ഥാനിലും ബീഹാറിലും BJPക്ക് ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ ഉണ്ടായാൽ അല്ലെങ്കിൽ സീറ്റ് ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെട്ടാൽ അത് ഈ ദക്ഷിണേന്ത്യയിലുള്ള സീറ്റുകൾ വെച്ച് 400-ന് മുകളിലേക്ക് എത്തുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് ഓരോ ഘട്ടത്തിലും കൃത്യമായി തന്നെ നടത്തിക്കൊണ്ടിരുന്നത്. മാത്രമല്ല ഓരോ ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും കൃത്യമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തങ്ങൾക്ക് ഇത്ര സീറ്റുകൾ ലഭിച്ചു അല്ലെങ്കിൽ ഈ 1-ാം ഘട്ടം കഴിഞ്ഞപ്പോൾ ഇത്ര ലഭിച്ചു, 2-ാം ഘട്ടം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഏകദേശ കണക്കുകൾ നേരത്തെ തന്നെ ഓരോ ഘട്ടം കഴിഞ്ഞപ്പോഴും കേന്ദ്ര ആഭ്യന്തരമന്ത്രി സൂചിപ്പിച്ചിരുന്നു. IB റിപ്പോർട്ടുകളുടെ ഒക്കെ തന്നെ അടിസ്ഥാനത്തിലും അതേപോലെ തന്നെ മറ്റ് സർവേകളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവികമായും ആഭ്യന്തരമന്ത്രി അങ്ങനെ ആധികാരികമല്ലെങ്കിൽ കൂടിയും അങ്ങനെ ചില പ്രസ്താവനകൾ നടത്തിയത് എന്നുള്ളതാണ്. സർവേ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ആ പ്രസ്താവനകളൊക്കെ തന്നെ യാഥാർത്ഥ്യമായിരുന്നു എന്നുള്ളത് വ്യക്തമാകുന്നു എന്നുള്ളതാണ്. അനു, തീർച്ചയായും നന്ദൻ, ശാലിനി, നിങ്ങൾ രണ്ടുപേരുടെയും പേര് എടുത്ത് പറഞ്ഞ് നമ്മുടെ പ്രേക്ഷകർ ഗുഡ് മോർണിംഗും നമസ്തയൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ശാലിനിയിലേക്ക് അവസാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് കിടക്കുമ്പോൾ 2 കാര്യങ്ങൾ. ഒന്ന്, ശാലിനി, നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? കാരണം എല്ലാ ദിവസവും നിങ്ങളെയൊക്കെ ഫ്രെയിമിൽ കാണുമ്പോൾ ഇങ്ങനെ പേരെടുത്ത് പറഞ്ഞ് അന്വേഷണം കൊണ്ട് നിറയുകയാണ് ശരിക്കും. അതാണ് ആദ്യം എടുത്ത് പറയേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം, കാനലൊരു തരിയും കൂടെ കെടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നിന്നുണ്ടാകുമോ എന്നത്. ഇനി അത് എന്തുകൊണ്ടായിരിക്കും? ഭരണവിരുദ്ധ വികാരം തന്നെയാണോ സംസ്ഥാനത്ത് നയിക്കുന്നത്? അനു ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രേക്ഷകരുടെ സ്നേഹമാണ് നമ്മുടെയൊക്കെ കരുത്ത്. എന്തായാലും ആ കരുത്ത് നമ്മളിപ്പോൾ ഈ കമന്റ് ബോക്സിലും കാണുന്നുണ്ട്. അവരുടെ ആ ഒരു സ്നേഹം കമന്റുകളായി ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവരുടെ നന്ദി ഈ ഒരു അവസരത്തിൽ നമ്മൾ രേഖപ്പെടുത്തുകയാണ്. ഞാനും നന്ദനും അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള നന്ദി, ഓരോ റിപ്പോർട്ടർമാരുടെയും ഭാഗത്തു നിന്നുള്ള സ്നേഹം തിരിച്ചും അറിയിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് റിപ്പോർട്ടർമാർക്ക് മാത്രമല്ല കേട്ടോ, എന്റെ പേരും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ ആങ്കേഴ്സിന്റെ പേരും എടുത്ത് പറയാറുണ്ട്, ജനം കുടുംബത്തിനും. ഓക്കെ, അപ്പോ ആങ്കർമാർക്കും എല്ലാവർക്കും ഉള്ള ഒരു നന്ദി ഞാനും കൂടെ തിരിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. എന്തായാലും അനു സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാഷ്ട്രീയ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിന്റെ നിലവിലെ സാഹചര്യത്തിൽ ഭരണവിരുദ്ധ വികാരം നന്നേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഒരു ഡസനിലടക്കം വിമർശനങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യം, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ പ്രതിക്കൂട്ടിലായി നിൽക്കുന്ന സാഹചര്യങ്ങൾ, ഒപ്പം തന്നെ നിരവധി അഴിമതി കേസുകൾ, ഭരണവിരുദ്ധ വികാരം, ഒപ്പം തന്നെ ക്ഷേമ പെൻഷനുകൾ അടക്കം സാധാരണക്കാരുടെ കൈകളിലേക്ക് എത്തിക്കാതെ മാസങ്ങളോളമായി അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പശ്ചാത്തലം, KSRTC ഉൾപ്പെടെ സർക്കാർ മേഖലയിലെ ജീവനക്കാരടക്കം ശമ്പളത്തിനായി സർക്കാരിന് മുൻപിൽ തന്നെ കൈനീട്ടേണ്ടി വരുന്ന, തെരുവിലിറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ ഒരു തിരിച്ചടിയായി അല്ലെങ്കിൽ അതൊക്കെ വോട്ടായി എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് പക്ഷേ ഭരണവിരുദ്ധ
ത്തിന് മേലുള്ള ഒരു വോട്ടായി അത് മാറിയിട്ടുണ്ട്. അവസാനത്തെ തരിയും കെടാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാലും വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉയർന്നു നിൽക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി അവർക്ക് തിരിച്ചടിയാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും LDFും UDFും കേരളത്തിൽ നേട്ടമുണ്ടാക്കുമോ അതോ NDA ക്യാമ്പുകളാണോ കൂടുതൽ നേട്ടമുണ്ടാക്കുക എന്നുള്ളത് ഇനി കാത്തിരുന്ന് തന്നെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം ഇനി ഒരു രാത്രിയുടെയും ഒരു 2 രാത്രികളുടെയും ഒരു പകലിന്റെയും മാത്രം ദൂരമേ ഉള്ളൂ ഈ ഒരു ശരിയായ ഫലം എന്താണ് എന്നുള്ളത് അറിയാൻ. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ എത്തി ധ്യാനമൊക്കെ ഇരുന്ന് മടങ്ങിയ ഒരു പശ്ചാത്തലമുണ്ട്. മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് ആത്മീയ യാത്രയുടെയും ഒപ്പം തന്നെ നാടിന്റെ സേവനത്തിനും നാടിന്റെ ഐശ്വര്യത്തിനും ഒക്കെ വേണ്ടി ഇത്തരത്തിൽ ധ്യാനം ഇരുന്ന ഒരു നരേന്ദ്രനെ സമാനമായ കാഴ്ചകൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം കന്യാകുമാരിയിൽ നിന്ന് നമ്മൾ കണ്ടത്. ഇന്നലെ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തി രാജ്യ തലസ്ഥാനത്തേക്ക് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ചൂടിലേക്കും ചർച്ചകളിലേക്കും ഒക്കെയായി പ്രധാന സേവകരും അദ്ദേഹത്തിന്റെ ഒപ്പമുള്ളവരും നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ അനൌദ്യോഗികമായൊക്കെ അറിയുന്നത്. ജൂൺ 9 സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുമെന്നൊക്കെയാണ്. അപ്പോൾ ആരൊക്കെയാകും കേന്ദ്രമന്ത്രിമാർ, ആരൊക്കെയാകും കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ എന്നൊക്കെയുള്ള ആ ഒരു കാത്തിരിപ്പ് മാത്രമാണ് ബാക്കി. അതേസമയം തന്നെ കേരളത്തിൽ നിന്ന് ഒരു LDF പ്രതിനിധി പോലും ലോക്സഭയിലേക്ക് എത്തില്ല. അവസാന കനലും കെടുമെന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ അത് CPM ക്യാമ്പുകളെ സംബന്ധിച്ചിടത്തോളം LDF ക്യാമ്പുകളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ആത്മവിശ്വാസം തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ LDF ക്യാമ്പുകൾക്ക് അത് ദേശീയ തലത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും അത് ചോർന്നു പോയ കാഴ്ചകൾ കൂടിയാണ് നമ്മൾ കണ്ടത്. കാരണം ഒരു രീതിയിലും ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ അലയടിച്ചിട്ടില്ല എന്നുള്ളതാണ് സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയത്. പക്ഷേ അത് അലയടിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം അനു, നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക ഫലത്തിനായി. ഒപ്പം ആ കനൽ നിലനിൽക്കുമോ കനൽ കെടുമോ, കേരളത്തിൽ താമര വിരിഞ്ഞ് എത്ര താമരകൾ വിരിയും എന്നുള്ള ഒരു ആകാംക്ഷ കൂടി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു.